ഹായ് ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഇന്ത്യസ് മോസ്റ്റ് സെല്ലിംഗ് കാർ ആയിട്ടുള്ള ഹുണ്ടായി ക്രെറ്റ നൈറ്റ് എഡീഷന്റെ കമ്പാരിസൺ വീഡിയോയ്ക്കാണ്. എഞ്ചിൻ സ്പെസിഫിക്കേഷൻ വരുന്നത് 113 PS പവറും 114 Nm ടോർക്കുമാണ് വരുന്നത്. രണ്ട് മോഡലും വരുന്നത് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ഈ വണ്ടി വരുന്നത് 2022 മോഡലും ഈ വണ്ടി വരുന്നത് 2025 മോഡലാണ്. നമുക്ക് എന്തായാലും വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് തുടങ്ങാം. എഞ്ചിനിൽ ഡിഫറൻസ് വരുന്നില്ലെങ്കിലും വണ്ടിയുടെ ഫ്രണ്ട് ഗ്രില്ലിലും ബാക്ക് ലൈറ്റിലാണ് മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത്. വണ്ടി നൈറ്റ് എഡീഷൻ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഗ്രില്ല് ഫുള്ളി ബ്ലാക്ക്ഡ് ആണ്, സ്കിപ്പ് ലൈറ്റ് ഫുള്ളി ബ്ലാക്ക്ഡ് ആണ്. പഴയ മോഡൽ നൈറ്റ് എഡീഷനിക്ക് വരുമ്പോൾ ഫ്രണ്ട് ഗ്രില്ല് ഫുള്ളി ബ്ലാക്ക്ഡ് ആണ്, ഒരു റെഡ് ഇൻസേർട്ട് മാത്രമാണ് വ്യത്യാസം വരുന്നത്. പുതിയ മോഡൽ ക്രെറ്റയിൽ വരുമ്പോൾ കണക്റ്റഡ് DRലാണ് വരുന്നത്. പഴയ മോഡലിൽ കണക്റ്റഡ് അല്ല, നോർമൽ DRലാണ് വരുന്നത്. ലോഗോ വരുമ്പോൾ ഡീക്രോം ചെയ്ത ലോഗോ ആണ് കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നത്. ഇതിലൊരു അലുമിനിയം ഫിനിഷ് ലോഗോയാണ് വരുന്നത്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഓൾഡ് മോഡൽ നൈറ്റ് എഡിഷനിൽ 16 ഇഞ്ച് ടയർ ആണെങ്കിൽ ന്യൂ മോഡലിൽ 18 ഇഞ്ചാണ് വരുന്നത്. സൈഡ് പ്രൊഫൈൽ രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ് വരുന്നത്. സൈഡ് പ്രൊഫൈലിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. റൂഫ് റെയിൽ ഫുള്ളി ബ്ലാക്ക്ഡ് ആണ് വരുന്നത് രണ്ട് മോഡലിനും. പുതിയ മോഡലിൽ വരുന്നത് കണക്റ്റിംഗ് ടൈൽ ലാമ്പ് ആണെങ്കിൽ ഓൾഡ് മോഡലിൽ നോർമൽ രണ്ട് ടൈൽ ലാമ്പാണ് വരുന്നത്. പിന്നെ പുതിയ മോഡലിന് ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ഒരു ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. ഓൾഡ് മോഡലിൽ സെയിം തന്നെയാണ് വരുന്നത്. ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. മോഡൽ ക്രെറ്റയില് ലോഗോ ഡീക്രോം ചെയ്തിട്ടുണ്ട്, ക്രെറ്റ എന്നുള്ള ബാഡ്ജിങ് ഡീക്രോം ചെയ്തിട്ടുണ്ട്. ഓൾഡ് മോഡൽ വരുമ്പോൾ ലോഗോ ക്രോം ഫിനിഷ് ആണ്, ക്രെറ്റ എന്നുള്ള ബാഡ്ജിങ് അലുമിനിയം ഫിനിഷ് ആണ് വരുന്നത്. ഓൾഡ് മോഡൽ നൈറ്റ് എഡിഷൻ ക്രെറ്റയിൽ 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലും അനലോഗ് ക്ലസ്റ്ററാണ് വരുന്നത്. 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഒരു വിശാലമായ പനോരമിക് സൺറൂഫ് വരുന്നുണ്ട്. മെയിനായിട്ട് ഡിഫറൻസ് വരുന്നത് ഇൻറ്റീരിയറിലാണ്. ഡോർ ഹാൻഡിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. രണ്ട് സ്ക്രീൻ വരുന്നുണ്ട്. 10.25 ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനാണ് വരുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ ഫുള്ളി ബ്ലാക്ക്ഡ് ആക്കിയിട്ടുണ്ട്. പുതിയ മോഡൽ നൈറ്റ് എഡിഷനിൽ പനോരമിക് സൺറൂഫ് തന്നെയാണ് വരുന്നത്. ഓൾഡ് മോഡൽ ക്രെറ്റയിൽ സിംഗിൾ സോൺ ആണെങ്കിൽ ന്യൂ മോഡൽ നൈറ്റ് എഡിഷനിൽ ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഇത്രയ്ക്കും ലെഗ് റൂം വരുന്നുണ്ട്. പിന്നെ ഒരു കർട്ടൻ റൈസർ വരുന്നുണ്ട്, ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതിൽ തന്നെ രണ്ട് കപ്പ് ഹോൾഡറുകൾ വരുന്നു. രണ്ട് വണ്ടിയുടെ ബൂട്ട് സ്പേസും സെയിം തന്നെയാണ് വരുന്നത്. എഡിഷനിൽ 16 ഇഞ്ച് സ്പെയർ വീലാണ് വരുന്നത്, 17 ഇഞ്ച് വീലാണ് വരുന്നത്. വണ്ടിയുടെ ടയറിൽ കൊടുത്തിരിക്കുന്നത് 18 ഇഞ്ചാണ്, സ്പെയർ വരുന്നത് 17 ഇഞ്ചാണ്. നമ്മൾ വന്നിരിക്കുന്നത് ഹുണ്ടായി നൈറ്റ് എഡിഷൻ ഓൾഡ് മോഡലിന്റെ ഓണറിനായിട്ടാണ്. ആളെന്റെ ഫ്രണ്ടാണ്, സഞ്ജയ് ആർക്ക്. നമസ്കാരം, വെൽക്കം ടു എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വിളിച്ചതിൽ സന്തോഷം. അപ്പോ ആർക്ക് എങ്ങനെയുണ്ട് വണ്ടി? വണ്ടി ഓളോർ ഒരു കുഴപ്പമില്ല, അടിപൊളിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അതെ, വളരെ അടിപൊളി. പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോ പെർഫോമൻസും ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടാണല്ലോ വണ്ടി എടുക്കണം. നമുക്കറിയാലോ ഏകദേശം എത്ര പെർഫോമൻസ് വണ്ടി കിട്ടുമെന്ന്. അത് വെച്ച് നോക്കുമ്പോ ഓക്കെയാണ്, സെയിം. അന്ന് വണ്ടി എടുക്കുന്ന സമയത്ത് സെൽട്ടോസ് ഉണ്ടായിരുന്നു, പിന്നെ ടൈഗുൺ ഉണ്ടായിരുന്നു, കുഷാക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ വണ്ടികൾ ഉണ്ടായിരുന്നല്ലോ, നെക്സോൺ ഉണ്ടായിരുന്നു. അപ്പോ എന്തുകൊണ്ട് ക്രെറ്റ ചൂസ് ചെയ്തു? അന്നത്തെ എന്റെ ബഡ്ജറ്റും ഞാൻ നോക്കിയിരുന്ന ഒരു വണ്ടിയിലെ ഫീച്ചേഴ്സ് നോക്കുമ്പോൾ അതെല്ലാം ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് എന്തുകൊണ്ടൊരു നല്ല ഡീലായിട്ട് തോന്നി. അപ്പൊ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തും അവിടുത്തെ ആദ്യം കോണ്ടാക്ട് ചെയ്ത് വരുമായിരുന്നു. അപ്പൊ പിന്നെ അച്ഛനും ഫാമിലിക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടപ്പോ പിന്നെ ഇത് പ്രൊസീഡ് ചെയ്തതാണ്. ആ ക്രെറ്റ എന്ന് പറയുമ്പോ ഒരു ഫാമിലി വണ്ടി തന്നെയാണല്ലോ. പിന്നെ ഇതിന്റെ എല്ലാരും കേൾക്കാനായിരിക്കുന്ന ഒരു കാര്യമാണ് മൈലേജ്. അതും പെട്രോൾ ആണല്ലോ. അപ്പോ മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഒരു 10
11-12 ആ രീതിയിൽ നമുക്ക് സിറ്റി യൂസിന് കിട്ടുള്ളൂ. നമുക്ക് ഒരു എൻജോയ് ചെയ്ത് ഓടിക്കുമ്പോ ഒരു 8-10 എൻജോയ് ചെയ്ത് നമ്മളൊന്ന് റവ് ചെയ്ത് പോകുമ്പോ കുറയും, മൈലേജ് ഡ്രോപ്പ് ആവുന്നുണ്ട്. മൈലേജ് ഡ്രോപ്പ് ആവും. അതാണ് മെയിൻ ഡ്രോബാക്ക്. കറക്റ്റ് ആണ്. ഞാൻ പിന്നെ അങ്ങനെ യൂസ് ചെയ്യുന്ന ആളല്ല. ഈ വണ്ടി അതിനുള്ള പർപ്പസിലല്ല നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ എറണാകുളം, തൃശ്ശൂർ ആ ഡ്രൈവിലൊക്കെയാണ്. അപ്പൊ അതൊക്കെ നല്ലൊരു 15-16 മൈലേജ് കിട്ടാറുണ്ട്. കുഴപ്പമില്ല. പിന്നെന്താ പറയാനുള്ളത്? വണ്ടി സാറ്റിസ്ഫൈഡ് ആണ്. 100%. സർവീസ് ഒക്കെ സർവീസ് ആവറേജ്. ഹ്യുണ്ടായി കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ഒരു ശ്രദ്ധിക്കണം നമ്മള് എന്തൊക്കെയാ അവര് ചെയ്യണമെന്നുള്ളത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോ ഒരു മാനിപ്പുലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ബിൽ എമൗണ്ട് ഒക്കെ എത്ര വരാറ്? എനിക്ക് ഫസ്റ്റത്തെ 3 ഫ്രീ സർവീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സർവീസ് നമ്മൾ ഒന്നും കൊടുക്കണ്ട, 0 കോസ്റ്റിൽ ചെയ്യാൻ പറ്റും. സെക്കൻഡ് തേർഡ് ഒരു 5,000 അടുത്ത് ഓയിൽ ചേഞ്ചിന്റെ കോസ്റ്റ് വന്നിട്ടുണ്ട്. ഓയിൽ ഞാൻ സിന്തറ്റിക് യൂസ് ചെയ്യണം, അപ്പൊ കുറച്ചുകൂടി ചെറിയ വ്യത്യാസം അതിൽ വരും. അങ്ങനെ. പിന്നെന്താണ്? അപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത നൈറ്റ് എഡിഷൻ ഓണറിനായിട്ട് കാണാം. ശരി. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഹുണ്ടായി ക്രെറ്റ നൈറ്റ് എഡിഷന്റെ ന്യൂ മോഡൽ ഓണേഴ്സ് റിവ്യൂ ആണ്. ഇത് ഷോൺ എന്റെ ഫ്രണ്ടാണ്. അപ്പോ എങ്ങനെയുണ്ട് വണ്ടി ഓവറോൾ? വണ്ടി ഓവറോൾ നല്ലതാണ്. ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ. അപ്പോ വണ്ടീനായിട്ട് ഒന്ന് യൂസ് ചെയ്ത് വരണുള്ളൂ കാര്യങ്ങളൊക്കെ. അപ്പോ വണ്ടി എടുക്കുന്ന സമയത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ട് ഹുണ്ടായി ക്രെറ്റ നൈറ്റ് എഡിഷൻ? ഓപ്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ ബെറ്റർ എല്ലാത്തിലും നോക്കുമ്പോ നമുക്ക് കറക്റ്റ് ആണ് എല്ലാ ഫീച്ചേഴ്സും. പിന്നെ ഒരു 16.25 ഒരു നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് കിട്ടിയപ്പോ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ഇപ്പൊ ഈ സെൽട്ടോസ് ആണെങ്കിലും വേറെ വണ്ടികൾ നോക്കുകയാണെങ്കിലും ഏറ്റവും ബെറ്റർ പ്രൈസിംഗിൽ ഇത്ര നല്ല ഫീച്ചേഴ്സ് ഇടുന്നത് ക്രെറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നമ്മൾ തന്നെ ചൂസ് ചെയ്തു. സർവീസും കാര്യങ്ങളൊന്നും ചോദിക്കാറായിട്ടില്ല. വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. മൈലേജ് ഇപ്പൊ എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ഇപ്പൊ നമുക്ക് 8.5ഉം 9 ആണ് കിട്ടിക്കൊണ്ടിരിക്കണേ. നമുക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞാലാണ് നമുക്കൊരു സെക്കൻഡ് സർവീസ് കഴിഞ്ഞാൽ നമുക്കൊരു മൊത്തത്തിൽ റൗണ്ട് ഫിഗർ കിട്ടണല്ലോ. എന്തായാലും ഒരു 11-12 ഒക്കെ കിട്ടും. മൊത്തത്തിലൊരു ആൾക്കാർ റിവ്യൂസ് വെച്ച് നോക്കുമ്പോ 11-12 റേഞ്ച് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഓൾഡ് മോഡൽ നൈറ്റ് എഡിഷന്റെ ഓണർ പറഞ്ഞത് ആൾക്കൊരു 11-12 സിറ്റിയിലും ഹൈവേയില് നല്ല പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞു. 14 ഒക്കെ കിട്ടുന്നുണ്ട്, 16 ഒക്കെ കിട്ടുമായിരിക്കും. വണ്ടി എടുത്തിട്ട് കുറച്ചായിട്ടുള്ള വന്നാലും ചോദിക്കാണ് എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്യണ്ട. ഷുവറാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഫീൽ ചെയ്യണത്. ഇപ്പൊ ലൈക്ക് പെയിന്റിന്റെ സൈഡിൽ നിന്നാണെങ്കിലും മൊത്തത്തിലുള്ള ഇപ്പൊ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടാണെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ്. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന് വണ്ടി നോക്കാൻ പോയപ്പോ ഞാൻ ഇതിന്റെ നോർമൽ വെർഷനില് അപ്പൊ അതിന്റെ ഡോറ് തുറന്ന് നോക്കിയപ്പോ ഫുൾ ഗ്രേ. അപ്പോൾ തന്നെ വണ്ടിയോടുള്ളൊരു ഇഷ്ടം പോയി. പക്ഷെ ഇപ്പത്തെ ഈ ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആകുമ്പോ നല്ലൊരു രസമുണ്ട്. ആകെ ഇനി ഇതും കൂടി ഒന്ന് ഫുൾ ബ്ലാക്ക് ആക്കിയ നൈസ് ആവും. വേറെ ഇപ്പൊ ഔട്ട്ഡോറിൽ ഇപ്പൊ ഒന്നും ചെയ്യാനില്ലല്ലോ, എല്ലാം ഫുൾ ബ്ലാക്ക് ആയിട്ടാണ് വരുന്നത്. ഇതില് മാത്രമാണ് ഇങ്ങനെ വന്നേക്കുന്നത്. മറ്റേ നൈറ്റ് എഡിഷൻ കാലിപ്പർ വരെ റെഡ് അടിച്ച് ഷോറൂമുകാര് വരുന്നുണ്ടല്ലേ. നമുക്കൊരു വണ്ടിയുടെ ഓരോ എസ്തെറ്റിക്സിന് അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആകെ ചെയ്യാനുള്ളത് വേണമെങ്കിൽ ഇതൊന്ന് ബ്ലാക്ക് അടിക്കാന്നല്ലാണ്ട് അതും അത്ര ആവശ്യമുള്ള കാര്യമൊന്നുമില്ല. ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് മാച്ച് ആയി പൊക്കോളും. അപ്പൊ അങ്ങനെ ഓക്കെ, ഹാപ്പി മോട്ടറിംഗ്. താങ്ക് യു.